വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഭരത് ആൻഡ് ഭാഗ്യ ഒഫീഷ്യൽസ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മാവുണ്ട ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത്. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് നമ്മളിവിടെ ഈ ബൗള് നിറച്ചുള്ള അരിപ്പൊടിയാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം അരിപ്പൊടിയും പിന്നെ ആ ബൗള് തന്നെ നിറച്ച് തേങ്ങായും പിന്നെ ശർക്കര, ചുക്കുപൊടി, അങ്ങനെ പിന്നെന്തായിരുന്നു അമ്മ, ഏലക്കാപ്പൊടി, പിന്നെ അത്രയുമാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ്. പൊടിയും ഈ തേങ്ങായും കൂടെ നമ്മൾ ഇത് നല്ലതായിട്ട് ഞെരടി എല്ലാം തേങ്ങയും ഇതുകൂടെ നന്നായിട്ട് ഞെരടി ഇത് വെക്കണം. വെച്ചതിന് ശേഷം വറക്കണം. ഇത് വറക്കണോ? ഇത് നന്നായി വറക്കണം. വറുത്തതിന് ശേഷമുള്ള പൊടിക്കണം. പിന്നെ വറുത്തതിന് ശേഷം ഇത് പൊടിക്കണം, നന്നായിട്ട് മിക്സിയിലിട്ട് പൊടിക്കണം അല്ലേ? മിക്സിയിലിട്ട് പൊടിക്കണം. ഇനി ഇത് മിക്സ് ചെയ്ത് നമ്മൾ അരമണിക്കൂർ ഇത് മിക്സ് ചെയ്ത് ഇതെല്ലാം ഒന്ന് പിടിച്ച് ഇതിനകത്ത് ഉപ്പുപൊടി ഇടണ്ട, ഉപ്പുപൊടി ഒന്നും ഇടണ്ട. ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് അരമണിക്കൂർ ഇതിങ്ങനെ ഇതെല്ലാം പിടിച്ച് ഇങ്ങനെ ഇരിക്കണം. അരമണിക്കൂറിന് ശേഷമാണ് ഇത് പിന്നെ നമ്മളിത് എടുക്കുന്നത്. അങ്ങനെ നമ്മൾ പൊടി വറുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് നമ്മളിത് വറുത്തത് ആറിയതിന് ശേഷം, ഇത് ആറിയ പൊടിയാണ്. ആറിയതിന് ശേഷം ഇത് ജാറിനകത്തോട്ടിട്ട് പൊടിക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ അരിയും തേങ്ങയും കൊണ്ട് നമ്മളിവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. വറുത്ത് എല്ലാം പൊടിച്ച് പാകമാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു പാകത്ത് നന്നായിട്ട് പൊടിഞ്ഞ് അത്യാവശ്യം ഈ ഒരു പാകത്തിൽ തന്നെ ഇത് പൊടിയണം. ഇനി നമ്മൾ ശർക്കര പാനി കാച്ചാൻ പോവാണ്. ശർക്കര അല്ലെങ്കിൽ ഉണ്ടയായാലും മതി. അതിന് നമ്മൾ ചീനിച്ചട്ടി അടുപ്പിലോട്ട് വെച്ച് ഇച്ചിരി നെയ്യ് ഒഴിക്കുക. നന്നായി നെയ്യ് ഒഴിക്കുക. നെയ്യ് ഒഴിച്ചതിനകത്തോട്ട് നമ്മൾ 1/2 കിലോ ശർക്കര ഇവിടെ അരിച്ച് ഇവിടെ ഒഴിക്കുകയാണ്. നന്നായിട്ട് ഇനി കൈയുടെ ഈ പരുവം വരുമ്പോൾ ഒഴിക്കണം. കൈയുടെ പരുവത്തിന് നമ്മുടെ നന്നായിട്ട് ഇളക്കി വന്ന് അതൊരു പാനിയാകണം. പാനി കാച്ചുന്ന പാനിയാകുന്ന പരുവത്തിലത് ശർക്കര പാനി കാച്ചി എടുക്കണം. ഇളക്കിക്കൊണ്ടിരിക്കണം. 10 മിനിറ്റോളം ഇത് നന്നായിട്ട് ഇളക്കി അതൊരു നമ്മുടെ കയ്യിൽ ഒട്ടുന്ന പരുവത്തിന് തന്നെ ഇതായി വരണം. അതിനുശേഷമാണ് നാരങ്ങ നീരൊക്കെ ഒഴിക്കണം. ആദ്യം ഇത് ശർക്കര പാനി കാച്ചിയായി വരട്ടെ. അങ്ങനെ ശർക്കര പാനി കാച്ചി വരികയാണ്. എന്നിട്ട് ഈ ഒരു ഇതിൽ നമുക്ക് ആ ശർക്കര പാനി കാച്ചി എടുക്കണം. ആ ഒരു ഇതിൽ തന്നെ വന്നാലേ ഇത് റെഡിയാകും. ഈ ഉണ്ട പിടിക്കുന്നത് ഇത് റെഡി ആകത്തുള്ളൂ എന്നാണ്. ഇനി ഇത് വാങ്ങി വയ്ക്കും. ശർക്കര പാനി കാച്ചിയതിനകത്തോട്ട് നമ്മൾ നാരങ്ങാനീര്, 1/2 മുറി നാരങ്ങാനീരെടുത്ത് അതിനകത്തോട്ട് ഒഴിക്കണം. ഈ നാരങ്ങാനീര് ഒഴിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ട പിടിക്കുമ്പോൾ സാധാരണ നമ്മൾ നല്ലൊരു ചൂടോടെയാണ് നമ്മൾ ഉണ്ട പിടിച്ചാലേ അത് റെഡി ആകത്തുള്ളൂ. പക്ഷേ നാരങ്ങാനീര് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആറിയിട്ട് ഉണ്ട പിടിച്ചാലും നല്ല മയത്തിൽ നല്ല സ്വാദിഷ്ടമായുള്ള മാവുണ്ട നമുക്ക് കിട്ടും. വറുത്ത് വെച്ചേക്കുന്ന അരച്ച് വെച്ച പൊടി നമ്മൾ ഇതിനകത്തോട്ട്, ഈ പാവ് കാച്ചിയ ഇതിനകത്തോട്ട് നമ്മൾ ഒഴിച്ചു. ശേഷം ചുക്കുപൊടി ആവശ്യത്തിന്, അതേപോലെ ഏലക്കാപ്പൊടിയും ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഇങ്ങനെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. എത്ര മിനിറ്റ് ഇളകണം? അതൊന്ന് ആ ശർക്കര അതെല്ലാം ഇങ്ങനെ അതിനകത്തോട്ട് പിടിക്കാനായിട്ട് എല്ലാ ഇട്ട പൊടികളും ആ ശർക്കര പാനി കാച്ചിയതും എല്ലാം കൂടെ നന്നായിട്ട് അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്ന് അതിങ്ങനെ എടുക്കുക. ഇനി ഇതിന് ശേഷം ഇതിങ്ങനെ ഉണ്ട പിടിച്ചാൽ മതി. അങ്ങനെ നമ്മുടെ ഇതെല്ലാം പാകമായി റെഡിയാണ്. ഇവിടെ അമ്മ ഉണ്ട പിടിക്കുകയാണ്. ശരിക്കും ഇതിങ്ങനെ എടുത്തിട്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ ഒരു ബോള് കണക്കിനെ ആക്കിയിട്ട് അരിപ്പൊടിക്കകത്ത് നന്നായിട്ട് ബോള് കണക്കാക്കിയിട്ട് അരിപ്പൊടിക്കകത്ത് നന്നായി മുക്കി നന്നായിട്ടത് ശേഷം ഉണ്ട പിടിക്കുന്ന ഇത് 1 മാസത്തോളം നമുക്ക് ഭരണിക്കകത്തോ ഉണങ്ങിയ ടിന്നിനകത്ത് അടച്ച് വെച്ച് നമുക്കിത് സ്വാദിഷ്ടമായത് കഴിക്കാൻ നല്ല കട്ടിയിൽ വരും.
അത് നല്ല ഉണങ്ങിയ ടിന്നിൽ അടച്ചു വെക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ മൗണ്ടയുടെ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. സ്വാദിഷ്ടമായ ഈ മൗണ്ട നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. മറ്റൊരു വീഡിയോയുമായി കാണും വരേക്കും ടാറ്റാ, ബൈ ബൈ, താങ്ക് യു. റെഡിയായിരിക്കുകയാണ്. സൂപ്പറായിട്ടുണ്ട്. നല്ല